ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഷഫ്നാസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് റിസോർട്ടിൽ വെക്കേറ്റാക്കി. അപ്പോൾ ലേക്ക് കോളനസ് എന്ന റിസോർട്ടിലാണ് നമ്മളുണ്ടായത്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി. ഇപ്പോൾ ബാബ രാവിലെ തന്നെ എണീറ്റ്, ഭയങ്കര ഉറക്കമായിരുന്നു. ഇപ്പോൾ എണീറ്റ് നോക്കുകയാണ്. നമ്മളൊരു 10 മണിയാകുമ്പോൾ വെക്കേറ്റാക്കി റൂം. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫൈൻ ഫോറസ്റ്റിലാണ് വന്നത്. ഫൈൻ ഫോറസ്റ്റിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോസ് എടുത്ത് അതൊന്നും എനിക്ക് കിട്ടിയില്ല. കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കേസ് ഞാൻ എഡിറ്റ് ആക്കുന്നത്. അങ്ങനെ ഞാൻ എന്നോട് ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് വന്നില്ല. അപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ചിട്ട് വലിയ ഇടയിൽ നിന്നിരുന്ന് വീഡിയോ എടുക്കണം. ഇടയിൽ നിന്ന് വാവ കരഞ്ഞുകൊണ്ടുണ്ട് ഉറക്കം വന്നിട്ട്. ഇങ്ങനെ നമ്മളെല്ലാം പെട്ടെന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അഡ്വഞ്ചർ പാർക്കാണ്. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസോടെ വിട്ടില്ല. അവർ വേറൊരു റൂട്ട് പറഞ്ഞ് അതിലൂടെയാണ് നമ്മൾ വരുന്നത്. അവിടെ എന്തോ പണിയുടെ നടക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ നമ്മൾ വന്നു. പക്ഷെ ഇവിടുത്തെ ഇതിലേ വരുമ്പോൾ നല്ല പൊളി വ്യൂ ആണ്. പിന്നെ നമ്മൾ വന്നിട്ട് കുറച്ചേരം ഇവിടെ തന്നെ ഇരുന്ന് ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഒരു 11:30 മണിയെന്തോ ആയിക്കണം. അപ്പം ബാബേൻ്റെ അടുത്ത് നടക്കാനുള്ള മടിയുണ്ട്. നമ്മൾ ഇരിക്കാമെന്ന് വെച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വിചാരിച്ച് ഇതുവരെ വന്നിട്ട് പോവാതിരുന്നാൽ നഷ്ടമല്ലേന്ന് വെച്ചിട്ട് നമ്മളങ്ങ് പോകാൻ തീരുമാനിച്ച് നടന്നുകൊണ്ട് അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോകണം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി നോക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഒരു കാർ ഇങ്ങനെ വരുന്നതായിട്ട് കാണും. അപ്പോൾ ഇക്ക ചോദിച്ചു പാർക്കിംഗ് ഉണ്ടാവുമോ എന്നൊരു ഡൗട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് വെയിലടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഗൈസ്. ഇക്കാവും ഭാവിയും ഞാൻ കുടയൊക്കെ ചൂടിയിട്ടാണ് പോകുന്നത് ഗൈസ്. കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു ഫോർച്യൂണറിന് കയറ്റി വിട്ടു. അപ്പോൾ ഇക്കാവും കാറിന് വിടുമോ നോക്കാൻ പോയിട്ട്. അപ്പോൾ നമ്മൾ ഭാവി ഉണ്ടായിട്ട് നടന്നിട്ട് പോകുമെന്ന് കണ്ടിട്ടും അവരൊന്നും പറഞ്ഞില്ല. നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് പോകുമ്പോൾ കാറൊക്കെ ഇങ്ങനെ കയറി വരുന്നത് കണ്ടു. പിന്നെ ഇക്ക അങ്ങോട്ട് തിരിച്ചിട്ട് പോയിട്ട് അവരോട് പറയാൻ പോയിട്ടുണ്ട് എന്താ നമ്മളിവിടെ അകത്തെന്ന് ചോദിക്കാൻ. അങ്ങനെ നമ്മൾ കയറിനായിട്ട് വെയിറ്റിംഗ് ആണ് ഗൈസ്. അഡ്വഞ്ചർ സോണാണിത്. നമ്മൾ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ മാക്സിമം കവറാക്കാൻ നോക്കുന്നുണ്ട് വീഡിയോസ് ഗൈസ്. അങ്ങനെ ഞാനും വാവ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇടയിൽ നിന്ന് എല്ലാവരും പോകുന്നതാണ് വാവനെ കണ്ടിട്ട് പോയി കീ എന്നൊക്കെ ആക്കിക്കൊണ്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് സെക്യൂരിറ്റിനോട് നമ്മളെ ബാക്കിൽ വന്ന ഫോർച്യൂണറിനെ വിട്ടല്ലോ, പിന്നെ ഞങ്ങൾ എന്താ വിടാത്തതെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അവർ പൊക്കോന്ന് പറഞ്ഞിട്ട് നമ്മളെയും കൂടി വിട്ട് കേസ്. ഇല്ലെങ്കിൽ നടന്ന് ഈ ചൂടത്ത് ഊരിപ്പോയേനെ. കാരണം നമ്മൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, വാവയും കൂടി ഇപ്പോൾ ഒരു 4 months ആയിട്ടില്ലോ, 4 ഫുള്ളായില്ല. എന്നിട്ട് നമ്മളെ വിട്ടില്ലെങ്കിൽ ഭയങ്കര പാടായിപ്പോയേനെ. അങ്ങനെ അതാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് റിലീസ്. അതാണ് നമ്മൾ ഗ്ലാസ് പിടിച്ച് പിന്നെ കുറേ നമ്മൾ മേലെ നിന്ന് കാണുന്ന വ്യൂ പോയിൻറ്റ്സൊക്കെയാണ് കാണുന്നത് ഇപ്പോൾ ഫ്രണ്ടിൽ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇഷ്ടംപോലെ കാറൊക്കെ ഇവിടെ ഉണ്ട്, സ്ഥലങ്ങളും ഉണ്ട്. പക്ഷേ അവർ വിടാൻ കുറച്ച് പാടാണ്. പക്ഷെ അവരോട് നമ്മൾ നല്ലോണം ചോദിച്ചാൽ മാത്രമേ അവർ വിടുള്ളൂ. അങ്ങനെ അവരെ വിട്ട് ഇവരെ വിട്ടെന്ന് പറഞ്ഞ് വിടും. അപ്പം നമ്മൾ അടുത്തേക്ക് എത്തി. അങ്ങനെ ഇക്ക ഫ്രണ്ടൊന്ന് പോയിക്കൊണ്ടുണ്ട് ഗൈസ്. ഞാൻ മാത്രം വീഡിയോസ് എടുത്ത് അങ്ങും ഇങ്ങും വായി നോക്കിക്കൊണ്ട് മെല്ലെ ഈ സമാധാനത്ത് പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ വന്ന കപ്പിൾസ് അവർ ഫസ്റ്റ് വ്യൂ പോയിൻറ്റിൽ ഈ സ്ഥലത്ത് കയറി നോക്കിക്കഴിഞ്ഞ് അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ആക്കുകയാണ് കയറണോ വേണ്ടേന്ന്. കയറിയിട്ട് വല്ല കാര്യം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ആ ഉയ്യാലനെ പോലത്തെ ഒരു സ്ഥലത്ത് കണ്ടില്ലേ, ഇതിൻ്റെ എത്ര ടോപ്പിൽ കൊണ്ടുപോകാൻ പറ്റുമോ അത്ര ടോപ്പിൽ ഇങ്ങനെ അവർ ഇതാക്കിയിട്ട് ഒറ്റൊരു വീട്ടിലാണ് ഗീസ്. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് കണ്ടിട്ട് തന്നെ ഇങ്ങനെ ഇതിൽ കണ്ടിട്ട് വല്ലാത്തൊരു ഇത് തോന്നിപ്പേടി. അതിൻ്റെ ഇടയിൽ എന്ത് സൈക്ലിങ് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കയറുമ്പോൾ വെള്ളം ഇതല്ല. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് കയറിയിട്ട് അനുഭവിക്കുമ്പോൾ പേടിച്ച് മരിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ ഒഞ്ചാല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്ത് പറയുന്നതെന്ന് എനിക്ക് കമൻസ് ഇടുക ഗീസ്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന കപ്പിൾസ് നേരത്തെ കയറിയിട്ട് പോയി. അവരൊക്കെ മുകളിൽ പോകാൻ വേണ്ടിയിട്ട്
പോയി. അപ്പോൾ അവർ പറഞ്ഞു വാവനെ താന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വാവനും കൊടുത്തിട്ട് നമ്മൾ മാത്രം അങ്ങ് കയറിയിട്ട് പോവാണ്. ഫുള്ള് തുരുമ്പാണ്, എപ്പോൾ വേണേലും ഇത് ഒടിഞ്ഞിട്ട് പോവാം. കയറുമ്പോൾ തന്നെ പേടിയാവും. പക്ഷെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയില്ല, അങ്ങ് വല്ലാത്തൊരു നഷ്ടമായി പോയേനെ ഗൈസ്. കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ നമ്മൾ ഒരിക്കലും താഴ്ന്ന് നമുക്ക് കിട്ടില്ല. മുകളിൽ തന്നെ കയറി നോക്കണം. പക്ഷേ ഈ വീഡിയോസിൽ എത്ര ഇതുണ്ടെന്ന് അറിയില്ല. പക്ഷെ പൊളി എന്ന് വെച്ചാൽ പൊളിയാണ് ഗൈസ് വ്യൂ. അപ്പോൾ അങ്ങ് കാണില്ല, അതാ എൻ്റെ വയറിൽ ചൂണ്ടി കാണിക്കുന്നത്, അതാണ് ഗ്ലാസ് പിടിച്ച് പിന്നെ വ്യൂ. എത്ര ഇത് വേണമെങ്കിൽ കാണാൻ പറ്റുന്ന പൊളി വ്യൂ ആണ് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നല്ല വെയിലുള്ള ടൈമിൽ നമ്മൾ പോയി നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ കാടാര് മാത്രം പൊളിയാണ് എന്തായാലും. അപ്പോൾ ഇവിടെ ഒരാളായി ഇങ്ങനെ പോകാൻ വേണ്ടി സൈക്ലിങ്ങിൽ പോകാൻ റെഡി ആവുകയാണോ നോക്കണം ഞാൻ മെല്ലെ മുകളിൽ. അങ്ങനെ നമ്മൾ വ്യൂ പോയിൻ്റ് നിന്നൊക്കെ ഇറങ്ങി അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് വാവയ്ക്ക് ഇങ്ങനെ വെയിലടിക്കുന്നുണ്ട്. നല്ലൊരു ഷോള് ഗ്ലാസ്സിലിട്ട്. അപ്പോൾ ഇതിൽ കുറേ അഡ്വഞ്ചർ പാർക്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കളിക്കാൻ. പക്ഷേ ഇങ്ങനെ പിന്നെ നമ്മൾ പോവുകയാണെങ്കിൽ പിന്നെ ഒരു ഉച്ച ടൈം ആയപ്പോൾ നമുക്ക് വിശപ്പും തുടങ്ങി. നമ്മൾ ഹോട്ടൽ അടുത്ത നമ്മൾ നിന്ന് റിസോർട്ടിൽ നിന്ന് ഇങ്ങനെ കഴിച്ചില്ല, അതൊന്നും ശരിയാകാത്തതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോകുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, KSRTC ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ് തോന്നുന്നു. ഭാവി ഇങ്ങനെ നോക്കണം, ഈ മാം എന്താ ചെയ്യുന്നത് കണ്ടില്ലേ. ഗ്ലാസ് ബ്രിഡ്ജ്, വീണ്ടും ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തൊന്ന് പോകാൻ ഈ വാവിനെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. കുറേ നടക്കണം ഇതിനെക്കൊണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളിവിടെ വന്നാൽ എന്തായാലും എല്ലാത്തിലും നിങ്ങൾ ഇതൊക്കെ അവിടെ നിന്ന് ഒരുക്കേണ്ട റോളിങ് അതിലൊക്കെ എനിക്ക് കയറാൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ ഒന്നും പറ്റിയില്ല ഗൈസ്. അപ്പം ഞാൻ ഫസ്റ്റേ പറഞ്ഞിരുന്നു അഡ്വഞ്ചർ പാർക്കിൻ്റെ നമ്മൾ ഫ്രണ്ട് സൈഡിലേ പോയില്ല, മറ്റേ സൈഡിലാണ്, വേറൊരു സൈഡിലാണ് പോയെന്ന്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ കവറാക്കാൻ വേണ്ടിയിട്ട് പിടിക്കുകയാണ്. പക്ഷേ സ്പീഡ് ലൈനെ കൊണ്ട് നമ്മളൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയത് അവിടുന്ന് തീ പിടിച്ച്, കാട്ടുതീ എന്ന് പറയില്ല, അത് പിടിച്ച്. അതുകൊണ്ട് പിന്നെ എല്ലാവരും പെട്ടെന്ന് ഈ സൈഡിൽ നമ്മൾ പോയ സൈഡിൽ ഇറക്കാണ്ട് മറ്റേ സൈഡിൽ തന്നെ ഇറക്കി. അപ്പോൾ ഇതിൻ്റെ വ്യൂ ആണ് ഗൈസ്. വ്യൂ ഒരു രക്ഷയില്ല, പൊളിയാണ്. ഒരു ഉച്ച ടൈം അതിനൊക്കെ ഉണ്ട്. പിന്നെ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ വല്ല റെസ്റ്റോറൻറ്റ് ഉണ്ടാകുന്ന നോക്കിയിട്ട് നടക്കുമ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കയറിയിട്ട് ചട്ടിച്ചോറും ബിരിയാണിയൊക്കെ ഓർഡറാക്കി. അപ്പോൾ ചട്ടിച്ചോറിൽ തോരൻ, അവിയൽ, ബീഫ്, ഫിഷ് കറി, ചിക്കൻ ഫ്രൈ, പിന്നെ മുട്ട തോരൻ, എന്തൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കി കഴിച്ച്. പിന്നെ ഇവിടുത്തെ ബിരിയാണി കൊള്ളായിരുന്നു, ഓക്കെ. ബാക്കി വാഗമണത്തെ ബിരിയാണി എനിക്ക് വലുതായിട്ട് തോന്നിയില്ല. വേറെ അടുത്ത് നമ്മൾ പോയ ഹോട്ടലിനൊക്കെ ഇച്ചിരി ഫ്ലോപ്പായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടാകുമ്പോൾ ഒന്ന് മധുരം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചോക്ലേറ്റിൻ്റെ ഷേക്ക് എന്തോന്ന് പേര് എനിക്ക് മറന്നു ഗൈസ്. പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ കുടിച്ചുകൊണ്ടിങ്ങനെ പുറത്തിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ് ഇതാണ് അനോക്കി. അങ്ങനെ നല്ല പുറത്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനത്തൊക്കെ നല്ല രസമായിരുന്നു ഗൈസ്. അങ്ങനെ വാഗമണ്ണ് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവാണ് ഗൈസ്. ഇറങ്ങി വീട്ടിലേക്ക് തന്നെ പോകുന്ന വഴിയാണ്. അങ്ങനെ എല്ലാവരും പോകുന്ന വഴിക്ക് നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നിർത്തി ഞാൻ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലായിരുന്നു. ബാക്കി അങ്ങനെ ആരും ഇറങ്ങിയിട്ടില്ല. പിന്നെ വാവ ഇങ്ങനെ കളിച്ച്, വാവയാണ് കൂടുതൽ ട്രിപ്പിൽ ഉറങ്ങി തകർത്ത് ഗൈസ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.